മക്കളെ, ഇന്ന് നമുക്ക് ഒരു ഫിലിമി ലേഖ പഠിക്കാം. ബൈസിക്കിൾ തീവ്സ് ആണ്. വരുൺ ഗ്രോവർ ആണ് ഈ ഫിലിമി ലേഖ എഴുതിയിരിക്കുന്നത്. സൈക്കിൾ കള്ളന്മാർ, അതാണ് നമ്മളുടെ ഫിലിം ലേഖ. നോക്കാം. സീതി സി കഹാനി ഹെ, വളരെ നേരായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു കഹാനിയാണ്. ദൂസരെ വിശ്വയുദ്ധക്കെ ബാധക ഇറ്റലി, ഇതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയാണ് സ്ഥലം. ഇവിടെ പറയുന്നത് ഇറ്റലി നടക്കുന്ന ഒരു സംഭവമാണ്. ഗരീബി ആർ ഉദാസി ധൂപ് കി തര പൂരേ ദേശമേ ചായി ഹുയി ഹെ. ഗരീബി പറഞ്ഞ ദാരിദ്ര്യവും ഉദാസി പറഞ്ഞ ദുഃഖം. ദാരിദ്ര്യവും ദുഃഖവും ധൂപ് കി തര, ധൂപ് പറഞ്ഞാൽ വെയിൽ, സൂര്യപ്രകാശം പോലെ. പൂരേ ദേശമേ ചായി ഹുയി ഹെ, ദേശം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്. അതായത് സൂര്യപ്രകാശം എല്ലായിടത്തും എത്തും. അതുപോലെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദാരിദ്ര്യവും ദുഃഖവും മാത്രമാണ് അവിടങ്ങളിൽ ആകെ വ്യാപിച്ചു കിടക്കുന്നത്. റോമമേ രഹിനെ വാലേ അന്തോണിയോക്കോ നൗക്കരി ചാഹിയെ, റോമിൽ താമസിക്കുന്ന അന്തോണിയോക്ക് നൗക്കരി ചാഹിയെ, നൗക്കരി പറഞ്ഞ ജോലി ചാഹിയെ വേണം, ജോലി വേണം. ലേക്കിൻ നൗക്കരി ഐസി മിലി ഹേ, എന്നാൽ പക്ഷേ നൗക്കരി ജോലി ഐസി മിലി ഹേ, ഇങ്ങനെയാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്നത്? ജിസ്കെ ലിയേ സൈക്കിൾ ഹോനാ സരൂരി ഹേ, അതിനു വേണ്ടി സൈക്കിൾ ഉണ്ടാവേണ്ടത് സരൂരി, അത്യാവശ്യമാണ്. അപ്പം എങ്ങനെയാണ് ആ ജോലി ലഭിക്കുക? ജോലിയുണ്ട്, പക്ഷേ ആ ജോലിക്ക് സൈക്കിൾ അത്യാവശ്യമാണ്. ഉസ്കി പത്നി മറിയ, അയാളുടെ ഭാര്യ മറിയ, ബഡി മുഷ്കിലോംസെ, അപ്പോൾ അന്തോണിയോയുടെ ഭാര്യയുടെ പേരെന്താണ്? മറിയ ബഡി മുഷ്കിലോംസെ, വളരെയധികം കഷ്ടപ്പെട്ടിട്ട്, മുഷ്കിലാണ് പ്രയാസം, വളരെയധികം പ്രയാസപ്പെട്ട്, ഗർക്കാ സാമാൻ ബേച്ച്കർ, വീട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റ്, സൈക്കിൾ കെ പൈസ ജുഡാത്തി ഹെ, സൈക്കിളിന് വേണ്ട പൈസ ഒരുക്കൂട്ടുന്നു. ജുഡാന പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുക, ഏകത്രിത കാരണം കൂട്ടിവെക്കുക, അതിന് വേണ്ടിയുള്ള പൈസ അവർ ഉണ്ടാക്കുന്നു. കാം കെ പഹലെ ഹി दिन अंतोनियो की साइकिल चोरी हो जाती है. काम के पहले ही दिन, काम ജോലിയുടെ പഹലെ ഹി, ആദ്യത്തെ ദിവസം, ജോലിയുടെ ആദ്യത്തെ ദിവസം തന്നെ അന്തോണിയോയുടെ സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ, മോഷ്ടിക്കപ്പെടുന്നു. ആരോ അന്തോണിയോയുടെ സൈക്കിള് കട്ടെടുക്കുന്നു. ചോരി ഹോ ജാത്തി ഹെ, കളവ് പോകുന്നു. വഹ് അപ്പനെ 10 സാൽ കെ ബേട്ടെ, അയാൾ അപ്പനെ 10 സാൽ കെ ബേട്ടെ, തൻ്റെ 10 വയസ്സ് പ്രായമുള്ള ബേട്ടെ, മകൻ്റെ പേരെന്താണ്? ബ്രൂണോ. എന്താണ്? അന്തോണിയുടെ മകൻ്റെ പേര് ബ്രൂണോ, അന്തോണിയുടെ ഭാര്യയുടെ പേര് മറിയ. അപ്പൊ അന്തോണിയുടെ മകനായിട്ടുള്ള ബ്രൂണോയുടെ കൂടെ സൈക്കിൾ ഗോജ്നെ നികൽത്തായ, സൈക്കിൾ അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. നികൽന പറഞ്ഞാൽ പുറത്തേക്ക് പോവുക, പുറപ്പെടുക. രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്? സൈക്കിൾ അന്വേഷിച്ച് പുറപ്പെടുന്നു. നികൽത്താഹെ, പുറത്തിറങ്ങുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. പഹലെ ചോർ ബാസാർ ഫിർ ഷഹർ കെ ബാക്കി ബദനാം ഇലാക്കോമേ. പഹലെ ചോർ, ആദ്യം തന്നെ കള്ളനെ അന്വേഷിച്ച് അവർ പോകുന്നത് ബാസാർ, എല്ലാ അങ്ങാടികളിലും പോകുന്നു. ഫിർ ഷഹർ, പിന്നീട് പട്ടണത്തിൽ പോകുന്നു. ബാക്കി ബദനാം ഇലാക്കോമേ, പിന്നീട് പേരറിയാത്ത പല ദേശങ്ങളിലും പോകുന്നു. അവർക്കറിയാത്ത പല സ്ഥലങ്ങളിലും, ഇലാക്കാർന്ന പ്രദേശം, പല പ്രദേശങ്ങളിലും ഒരു സൈക്കിൾ തെരഞ്ഞിങ്ങനെ പോകുന്നു. പിതാ ആർ പുത്ര, ഈ അച്ഛനും മകനും ഹതാശ് ഓർ ഉമ്മീദ് കെ ബീച്ച് ജൂൽത്തെ രഹത്തെ, ഹതാശ് പറഞ്ഞ നിരാശ, അവർ കുറേ തെരഞ്ഞ് നടന്നിട്ട് അവർക്ക് എന്താ കിട്ടി? സൈക്കിൾ കിട്ടിയില്ല. അവരാകെ നിരാശരും. ഉമ്മീദ് കെ ബീച്ച്, എന്താ പറയുക,
വിശ്വാസം, ഉമ്മീദ് പറഞ്ഞ വിശ്വാസം, ഉമ്മീദ് കെ ബീച്ച് വിശ്വാസത്തിനും ഇടയ്ക്ക്, ജൂൽത്തെ രഹത്തേഹെ, ജൂൽ എന്ന് പറഞ്ഞാൽ ആട്, ആടി ഉലയുന്നു അവര്. അതായത് അവള് വളരെയധികം വിഷമിച്ചു. സൈക്കിള് തെരഞ്ഞ് നടന്ന് സൈക്കിള് കിട്ടിയതുമില്ല. അവരാകെ എന്താ പറയാ, വിവശരായി, ആകെ അവശരായിട്ടുണ്ടായിരുന്നു, നിരാശരായിട്ടുണ്ടായിരുന്നു. അന്തോണിയോനെ तो शायद दुनिया के बहुत दुख झेले हैं. അന്തോണിയോ, ഈ അന്തോണിയോ അതായത് ഈ ബ്രൂണോയുടെ അച്ഛൻ, ഇതിലെ കഥാപാത്രം സൈക്കിൾ ഉണ്ടായിരുന്ന അന്തോണിയോ ഷായത് ഒരു പക്ഷേ ദുനിയാക്കെ സബ് ദുഃഖ് ജേലേഹേ, ഒരു പക്ഷേ ഈ അന്തോണിയോ ഈ ലോകത്തിലുള്ള ബഹുത്ത് ദുഃഖ്, കുറച്ച് കൂടുതൽ ദുഃഖങ്ങളൊക്കെ ജേലേവൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അന്തോണിയോ. കാരണം ബ്രൂണോ 10 വയസ്സുള്ള കുട്ടിയാണ്. ബ്രൂണോയേക്കാൾ കൂടുതൽ കുറച്ച് കാലം ജീവിച്ചിട്ടുള്ള ബ്രൂണോയുടെ അച്ഛൻ കൂടുതൽ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ബ്രൂണോ കേലിയെ ബിഗർത്തി മാനവത കയഹ് പഹലാ അനുഭവത. എന്നാൽ ബ്രൂണോക്ക് ഇത് ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. ബ്രൂണോ കേലിയെ ബിഗർത്തി മാനവതാക്ക, ബ്രൂണോക്ക് ഇത് വികർത്തി മാനവത പറഞ്ഞ ചിതറുന്ന മനുഷ്യത്വം, വികർത്തി മാനവത ഇത് ബ്രൂണോക്ക് ചിതറുന്ന ഒരു മനുഷ്യത്വത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ബ്രൂണോ അച്ഛൻ്റെ കൂടെ സൈക്കിള് നോക്കി നടന്ന് പല ദേശങ്ങളും നടന്നു, പല പ്രദേശങ്ങളിലൊക്കെ പോയി നോക്കി, എല്ലായിടത്തും നോക്കി, സൈക്കിള് കിട്ടിയില്ല. അവനാകെ അവശനായില്ലേ, നിരാശനാവുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അനുഭവം ബ്രൂണോക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. സബ് ജഗഹ് സേ ഹാർക്കർ അന്തുമേ, അങ്ങനെ എല്ലാ സ്ഥലത്തും, ജഗഹ് എന്ന സ്ഥലം, സബ് ജഗ് എല്ലാ സ്ഥലത്തു നിന്നും, ഹാർക്കറിനെ പരാജയപ്പെട്ടിട്ട്, അന്തുമേ അവസാനം, അന്തോണിയയ്ക്ക് സടക്ക് കിനാരെ റോഡ് സൈഡിൽ, സടക്ക് കിനാരെ പറഞ്ഞാൽ റോഡ് സൈഡിൽ ഏക്ക് ലാവാരി സൈക്കിൾ ദിഖത്തിയേ, ഈ എല്ലായിടങ്ങളിലും നോക്കി കാണാതെ, സൈക്കിൾ കിട്ടാതെ അവശനായി പരാജയപ്പെട്ട് വരുന്ന അന്തോണിയോ റോഡ് സൈഡിൽ ഒരു ലാവാരി സൈക്കിൾ കാണുന്നു. ലാവാരി സൈക്കിൾ ആണ് ഉടമസ്ഥനില്ലാത്ത, ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള എന്നൊക്കെ പറയാം, അങ്ങനെയുള്ളൊരു സൈക്കിൾ കാണുന്നു. ഉസേ പതാ ഹേ കി ചോരി ബുരി ചീസ് ഹേ, ഉസേ പതാ ഹേ കി അവനറിയാമായിരുന്നു, ചോരി ബുരി ചീസ് ഹേ, ചോരി പറഞ്ഞ കളവ് ചീത്ത പ്രവൃത്തിയാണ് എന്ന് അവന് അറിയാമായിരുന്നു. ഉസേ പതാ ഹേ അവനറിയാമായിരുന്നു, ചോരി ബുരി ചീസ് ഹേ കളവ് ചീത്ത പ്രവൃത്തിയാണെന്ന്. ലേക്കിൻ പക്ഷേ, ഉസ്കി ഈമാൻദാരി അവന്റെ സത്യസന്ധത, ഉസ്കി ഭൂക്ക് സേ ടക്കരാ രഹി ഹേ അവന്റെ സത്യസന്ധത അവന്റെ വിശപ്പുമായിട്ട് ടക്കരാ രഹി ഹേ കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു. അതായത് എന്താ പറയാ, സത്യസന്ധനായിട്ടുള്ള ആളാണ് നമ്മുടെ ഇതിലുള്ള അന്തോണിയോ അല്ലെ. അന്തോണിയോ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യണമെങ്കിൽ സൈക്കിൾ വേണം. അപ്പൊ ആ സൈക്കിൾ കട്ടെടുക്കപ്പെട്ടു, ആരോ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തിന് ജോലി ചെയ്ത് വരുമാനം കിട്ടിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് പട്ടിണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ സൈക്കിൾ അത്യാവശ്യമാണ്. അതാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ വിശപ്പും തമ്മിലൊരു കൂട്ടിമുട്ടലുണ്ടായി എന്ന് പറഞ്ഞത്. സത്യസന്ധതയും വിശപ്പും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അദ്ദേഹം എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുക? വിശപ്പ് അകറ്റാൻ വേണ്ടിയാണ് ചിന്തിക്കുക അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അന്തോണിയോ ഉസ് സൈക്കിൾ കോ ചുരാനെ കി കോശിഷ് കർത്താ ഹെ. അങ്ങനെ അന്തോണിയോ ആ സൈക്കിൾ ചുരാൻ പറഞ്ഞാൽ മോഷ്ടിക്കാൻ കോശിഷ് കർത്താ ഹെ, കോശിഷ് കർണ ശ്രമിക്കുക, ആ സൈക്കിള് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ലേക്കിൻ പക്കടാ ജാത്താ ഹെ, പക്ഷെ എന്താ സംഭവിച്ചത്? പക്കടാ ജാത്താ ഹെ പിടിക്കപ്പെടുന്നു. കഷ്ടകാലത്തിന് എന്ത് ചെയ്യുന്നു? ആ മോഷ്ടിക്കപ്പെടുന്നത് ആരോ കണ്ടു, അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടു. साइकिल का मालिक अंतोनियो की हालत देखकर उसे जाने देता है. സൈക്കിളിന്റെ മാലിക് ഉടമ അന്തോണിയോയുടെ പറഞ്ഞ അവസ്ഥ, അന്തോണിയുടെ ആ അവസ്ഥ കണ്ടിട്ട് ഉസേ ജാനേ ദേത്താഹെ അയാളെ ജാനേ ദേത്താഹെ പോകാൻ അനുവദിക്കുന്നു. അങ്ങനെ അന്തോണിയോയുടെ ഈ അവസ്ഥ കണ്ട് പാവം തോന്നിയ ആ സൈക്കിളിന്റെ മാലിക് അയാളെ പോകാൻ അനുവദിക്കുന്നു. अंतिम दृश्य में अंतोनियो और ब्रूनो भीड़ के साथ
ചൽ രഹേ ഹേ ടൂട്ടേ ഹുയേ ശർമിത. അന്തിം ദൃശ്യമേ, അപ്പൊ ഇതൊരു സിനിമേന്റെ കഥയാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിലെന്താണ് അന്തിം ദൃശ്യം, അവസാന ദൃശ്യത്തിൽ അന്തോണിയോ ഓർ ബ്രൂണോ, അന്തോണിയോയും ബ്രൂണോയും ബീഡ് കെ സാത്ത് ചൽ രഹേ ഹേ, ഒരു ആൾക്കൂട്ടത്തിനോടൊപ്പം, ബീഡ് പറഞ്ഞാൽ തിരക്ക്, ആൾക്കൂട്ടം എന്നൊക്കെ പറയാം, ആൾക്കൂട്ടത്തിനോടൊപ്പം ചൽ രഹേ ഹേ നടക്കുകയാണ്, ടൂട്ടേ ഹുയ ആകെ തകർന്ന്, ശർമിത ലജ്ജിച്ച്, അവരാകെ തകർന്ന് ലജ്ജിച്ച് ഒരാൾക്കൂട്ടത്തോടൊപ്പം നടക്കുന്നു. സൈക്കിൾ നഹി ഹേ ലേക്കിൻ ദുനിയാമേ അബീബി കരുണ ഹേ, സൈക്കിൾ ഇല്ല, അത് അവർക്ക് സൈക്കിൾ ലഭിച്ചില്ല, പക്ഷേ ദുനിയാമേ അബീബി കരുണ ഹേ, ലോകത്ത് ഇപ്പോഴും എന്ത് ബാക്കിയായിട്ടുണ്ട്, കരുണ, കരുണ ബാക്കിയായിട്ടുണ്ട്. ഉമ്മീദ് ഹേ വിശ്വാസമുണ്ട്. ഏക് ഓർ മുഷ്കിൽ ദിൻ ഹേ ജിസ്കാ സാമന കർനെ നിഗലി ഏക് ഭീഡ് ഹേ. ഏക് ഓർ മുഷ്കിൽ ദിൻ, അതായത് ഒരു പ്രയാസകരമായിട്ടുള്ള ദിവസം, ജിസ്കാ സാമന കർണെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ ഏക് ഭീഡ് ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള അന്തോണിയോയ്ക്ക് മാത്രമല്ല ജീവിതത്തിൽ പരാജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നുണ്ട്, ഇതുപോലെ പ്രയാസമുള്ളതും ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇനിയും ഒരു കൂട്ടം തന്നെ, ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏക് ആർ മുഷ്കിൽ ദിൻ ഹേ ജിസ്കാ സാമന കർണെ നിഗലി ഏക് ഭീഡ്, അതിനെ നേരിടാൻ വേണ്ടി പുറത്തിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ഇതുപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു ദിവസത്തിന്റെ പ്രയാസങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. एक सरल सी कहानी हमें कहाँ कहाँ ले जाती है. അതായത് ഈ കഥയിലൂടെ നമ്മളെപ്പോലെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ ഈ കഥയിലൂടെ അവസാന ഭാഗത്തിൽ ഒരു ജനക്കൂട്ടത്തിനെ കാട്ടിയിട്ട് ആ സിനിമയിൽ നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നു. ഏക് സരൾ സി കഹാനി, ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കഹാനിയാണ്. ഹമേ കഹാ കഹാ ലേ ജാത്തിയ, പക്ഷെ ഇത് നമ്മളെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരു ലളിതമായ കഥയാണെങ്കിലും അത് നമ്മളെ പല സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. സഹി ഓർ ഗലത്തിക്ക് പരിഭാഷ, എവിടങ്ങളിലേക്കൊക്കെയാണ് ഈ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? സഹി ഓർ ഗലത്തിക്ക് പരിഭാഷ, ശരിയുടെയും തെറ്റിന്റെയും ആ പരിഭാഷയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശരി ഏതാണ്, തെറ്റ് ഏതാണ് എന്ന പാഠം നമ്മളെ ഈ സിനിമയിലൂടെ പഠിപ്പിക്കുന്നു. ഇതിഹാസ് കാ ഏക്ക് പാഠം, അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഒരു പാഠം പഠിപ്പിക്കുന്നു. യുദ്ധ കാ അസലി ചെഹര ജോ ബാരൂദ് കാ ദുയേൻ ചാണ്ടിനെ കെ ബാദ് ദിഖ്താ ഹെ और एक परिवार का महत्व, അതായത് യുദ്ധക്ക അസലി ചെഹര, യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം. നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷമാണ് അല്ലേ. അപ്പോൾ ഒരു യുദ്ധം നടന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആ ഗ്രാമത്തിൽ വളരെയധികം പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ് ഉണ്ടാവുക. യുദ്ധത്തിൻ്റെ പരിണാമഫലമായിട്ട് പല ആപത്തുകളും അവിടെ അവർക്കുണ്ടായിട്ടുണ്ടാവും. വീടുകൾ നശിച്ചിട്ടുണ്ടാകും, പല നാശനഷ്ടങ്ങളും അവർക്കുണ്ടായിട്ടുണ്ടാവും. അപ്പം എന്താണ്, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ചെഹരെ ജോ ബാവരോദ്, യുദ്ധ കാ അസലി ചെഹര, യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം കാണിച്ചിരിക്കുന്നു. ജോ ബാവരൂദ് കാ ദുയേൻ ചാടനേക്കെ ബാധ ദിഖത്തായ, അതായത് ആ ഒരു യുദ്ധം കഴിഞ്ഞ ഉടനെയുള്ള ആ പുക, ദുയേൻ പുക ചാടനേക്കെ ബാധ, പുക ഉയർന്നതിന് ശേഷം യുദ്ധത്തിൻ്റെ വെടിമരുന്നിൻ്റെ ഒക്കെ പുകയുണ്ടല്ലോ, അത് മാറിയതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷം എന്നാണ് പറഞ്ഞത്. അവർ ഏക്ക് പരിവാർക്ക മഹത്വം, പിന്നെ ഒരു കുടുംബത്തിൻ്റെ പ്രാധാന്യം, ഒരു കുടുംബം എങ്ങനെയാണ് അവരും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് ജീവിക്കാൻ എന്തൊക്കെ വേണം, അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ജോലി വേണം, ആ ജോലിക്ക് വേണ്ടിയുള്ള പ്രയാസങ്ങൾ, അത് ജോലി നേടുമ്പോൾ ഉണ്ടാകുന്ന, അത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത്, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യം, കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നതും കൂടെ അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഫിലിമേ ജിത്തനി ഹസാനെ യാ മൻ ബഹലാനെ കെ ലിയെ ഹോത്തി ഹെ ഉത്തനി ഹി ദിൽ തോടനെ और रुलाने के लिए भी,
സിനിമകൾ എത്രമാത്രം ചിരിക്കാനും മനസ്സിനെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഉള്ളതായിരിക്കും. ചില സിനിമകൾ നമ്മളെ വളരെയധികം ചിരിപ്പിക്കുന്നതും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള സിനിമകളാണ് ഉണ്ടാവുക. ഉത്തനെ ഹി ദിൽ തോടനെ ഔർ രുലാനെ കെ ലിയെ ഭി, അത്രമാത്രം മനസ്സിനെ തകർക്കുന്നതും കരയിക്കുന്നതും, രുലാന പറഞ്ഞാൽ കരയിക്കുക, നമ്മളെ മനസ്സിനെ അത്രമാത്രം തകർക്കുന്നതും കരയിക്കുന്നതുമായിട്ടുള്ള രുലാനെ കെ ലിയെ ബി, അങ്ങനെയുള്ളതും കൂടെ ഉണ്ട് സിനിമകൾ എന്ന് പറയുന്നത് അല്ലേ. ചിരിക്കാനുള്ള സിനിമകൾ മാത്രമല്ല, നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ കരയിപ്പിക്കുകയും നമ്മളുടെ മനസ്സ് തകർക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സിനിമകളും ഉണ്ട്. फिल्में कहानी के जरिए वह करती है जो हमें एहसास दिलाता है कि हम कितने कमजोर है. സിനിമാ കഥകളിലൂടെ നമ്മളിങ്ങനെ വഹ് കത്തിയെ എന്താണ് നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മളെ തോന്നിപ്പിക്കുകയാണ്. എഹ്സാസില്ലാത്ത നമ്മൾക്ക് തോന്നുകയാണ്, നമ്മൾ സിനിമ കണ്ടിട്ട് ആ സിനിമാ കഥകളിലൂടെ നമുക്കിങ്ങനെ തോന്നുന്നു. എഹ്സാസ് പറഞ്ഞാൽ തോന്നിപ്പിക്കുക. എന്താണ് തോന്നിപ്പിക്കുന്നത്? ഹം കിത്തനെ കംസോർ ഹെ, നമ്മൾ എത്രമാത്രം ബലഹീനരാണ് എന്ന് നമുക്ക് സിനിമകളിലൂടെ കാണിക്കുന്നു. അതുപോലെ തന്നെ താക്കത്ത് പറഞ്ഞാൽ ശക്തി, സംവേദനശീൽ ഹേ, നമ്മൾ എത്രമാത്രം താക്കത്ത് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ദുർബലരും അതുപോലെ തന്നെ ശക്തരും. കംസോർ പറഞ്ഞാൽ ദുർബലർ, താക്കത്വർ പറഞ്ഞാൽ ശക്തിയുള്ളവർ, സംവേദനശീൽ സെൻസിറ്റീവുമായിട്ടുള്ള ആളുകളാണ് നമ്മൾ എന്ന് നമുക്ക് സിനിമകളിലൂടെ കാണിക്കുന്നു. ബദത്മീസ് പറഞ്ഞാൽ മര്യാദയില്ലാത്തവർ, നമ്മൾ എത്രമാത്രം മര്യാദയില്ലാത്തവരാണ് എന്നൊക്കെ നമുക്ക് സിനിമകളിലൂടെ കാണിച്ചു തരാണ്. ലേക്കിൻ സബ്സേ ജരൂരി ബാത്ത് ഹം അകേലെ നഹി ഹൈ, പക്ഷേ അതിലുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം, സരൂരി പറഞ്ഞാൽ അത്യാവശ്യം, അതിലുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല. ഹം അകേലെ നഹി, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ തനിച്ചല്ല. ദുനിയാ ഭർ മേ ദൂർ ദൂർ കെ ദേശോ മേ, ദുനിയാ ഭർ ലോകം മുഴുവൻ, ദൂരെയുള്ള ദേശങ്ങളിൽ, വളരെ ദൂരെയുള്ള ദേശങ്ങളിൽ, ഐസേ ദേശോ മേ ജഹാൻ ലോക, ഇങ്ങനെയുള്ള ദേശങ്ങളിൽ, എങ്ങനെയുള്ള ദേശങ്ങളിൽ, ഐസേ ദേശം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദേശങ്ങളിൽ, ജഹാം ലോക് ഭാഷാ ബി ഹമാരി നഹീം ബോൽത്തെ ഐസേ ലോക്, അതായത് ജഹാം എവിടെയുള്ള ജനങ്ങളാണോ നമ്മുടെ ഭാഷ പോലും സംസാരിക്കാത്ത ആളുകൾ, അതായത് നമ്മുടെ ദേശമല്ല, നമ്മുടെ ഗ്രാമമല്ല, പ്രദേശമല്ല, മറ്റൊരു വേറെ ഏത് ദേശത്തായാലും നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ദേശത്ത്, അതായത് നമ്മുടെ ഭാഷ സംസാരിക്കാത്ത മറ്റു ഭാഷകളുള്ള ദേശങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ദേശത്തുള്ള ആളുകളായാലും എല്ലാ ആളുകളും ഒരുപോലെ തന്നെയാണ്. ഏത് ഭാഷയായാലും ഏത് ദേശമായാലും എങ്ങനെയുള്ളതായാലും എല്ലാ ആളുകളുടെയും ജീവിത രീതി ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഐസേ ലോഗ് ഹേ ജോ ഹമാരി ജൈസി ഖുഷിയോം സേ ഖുഷ് ഹേ, അങ്ങനെയുള്ള ആളുകൾ എന്താണ് പറയുന്നത്? അവര് നമ്മളെ പോലെയുള്ള സന്തോഷങ്ങളിൽ അവർ സന്തോഷിക്കുകയും നമ്മളെ പോലെ ഉണ്ടാകുന്ന ദുഃഖങ്ങളിൽ അവർ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. ഹമാരെ ജൈസോമേ സേ ടൂട്ട് രഹേ, അവർ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് മാത്രമേ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുള്ളൂ എന്ന് ചിന്തിക്കൂലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മളെപ്പോലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ദുഃഖിക്കുന്നവരും ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് ഒരുപാട് ജീവിക്കുന്നുണ്ട്. ഹമാരെ ജൈസെ ദുഃഖമേ ടൂട്ടേ, അന്ന് സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവർ ജീവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഫിലിമേ, അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞിട്ടോ, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ പോലെ ഒരുപാട് പേരുണ്ട്. फिल्में हमें बांधती है एक अदृश्य चांदनी की डोर में और गड़ा कर देती है एक बहुत ऊंची छत पर. ഈ സിനിമ നമ്മെ ഒരു അദൃശ്യമായിട്ടുള്ള ചാന്ദിക്ക് ഡോർ പറഞ്ഞാൽ ചാന്തി പറഞ്ഞ സിൽവർ, വെള്ളി ഡോർ പറഞ്ഞ നൂല്, വെള്ളി നൂലിൽ ഗഡാ കർദേത്തി, നമ്മളെ ആ വെള്ളി നൂലിൽ നിർത്തുന്നു. അതായത് അദൃശ്യമായ ഒരു വെള്ളി നൂല് കൊണ്ട് നമ്മളെ ഏക്ക് ബഹുത്ത് ഊഞ്ചി ചത്തവർ, ഒരു വലിയ ഉയർന്ന മേൽക്കൂരയിൽ നിർത്തുകയാണ്.
സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല, നമ്മൾ അതിലേക്ക് ലയിച്ചു പോകൂലേ. അപ്പം ആ കഥയും കഥാപാത്രങ്ങളും ആ നാടൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ലയിക്കും. അപ്പം അതിലുള്ള ആരോ ഒരു അംഗമായിട്ട് നമുക്ക് തോന്നും, നമ്മൾ അതിലുള്ള ആരോ ആണ്, നമ്മുടെ ആരൊക്കെയോ ആണ് അതിലുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ തോന്നിക്കൊണ്ടാണ് നമ്മൾ ആ സിനിമ കാണുന്നത്. അപ്പം നമുക്ക് ആ സിനിമയിലുള്ള കഥാപാത്രങ്ങളുടെ വിഷമം നമുക്ക് വിഷമമായിട്ട് തോന്നും, അവരുടെ സന്തോഷം നമുക്ക് സന്തോഷമായിട്ട് തോന്നും അല്ലേ. അപ്പം ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളെ ഒരു വെള്ളി നൂലിൽ ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഒരു മേൽക്കൂരയിൽ ഉയർത്തി നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഹൽക്കേസെ ജോക്കേമേ ഉഡ്നാ സീക്ക് ജാത്തേ ഹേ ഹം കിസി നയി കരാരി പതംഗി തര. അതായത് മൃദുവായ ഒരു പട്ടം പോലെ നേരിയ കാറ്റിനൊപ്പം പറക്കാൻ നമ്മൾ പഠിക്കുന്നു. ഹൽക്കേസെ ജോക്കേമേ, ഹൽക്കെ പറഞ്ഞാൽ നേരിയ, ജോക്കെ ഹൽക്കേസെ ജോക്കെ എന്ന് പറഞ്ഞാൽ ഹൽക്കേസെ ജോക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നേരിയ കാറ്റ് എന്ന് പറയാം. ജോക്കെ പറഞ്ഞാൽ കാറ്റ്, നേരിയ കാറ്റിനൊപ്പം ഹൽക്കേസെ ജോക്കെ എന്ന് പറഞ്ഞാൽ നേരിയ കാറ്റിൽ ഉഡ്നാ സീക്ക് ജാത്തേ ഹേ പറക്കാൻ പഠിക്കുന്നു. ഹം കിസി നയി കരാരി പതംഗി തര, ഏതോ ഒരു കരാരി പതംഗ് പറഞ്ഞാൽ പട്ടം, മൃദുവായ ഒരു പട്ടം പോലെ നമ്മൾ നേരിയ കാറ്റിൽ, ഹവാക്കെ ഹൽക്കെ ജോങ്കേമേം എന്ന് പറഞ്ഞാൽ നേരിയ കാറ്റിൽ നമ്മൾ, കരാര പറഞ്ഞാൽ ദൃഢമായിട്ടുള്ള, നേരിയ കാറ്റിൽ ഒരു പട്ടം പോലെ നമ്മളിങ്ങനെ കാറ്റിൽ പറക്കുകയാണ്. ചെറിയ കാറ്റിൽ പട്ടം പറക്കൂലേ, അതുപോലെ നമ്മളുടെ മനസ്സ് നൂല് പൊട്ടിയ ഒരു പട്ടം പോലെ ഇങ്ങനെ ആ സിനിമയോടൊപ്പം നമ്മളുടെ മനസ്സും ഇങ്ങനെ പൊട്ടിയ പട്ടം പോലെ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം അത്രയാണ് നമ്മുടെ ഫിലിമി ലേഖ് ഉള്ളത്. ബൈസിക്കിൾ തീവ്സ് എന്നാണ് നമ്മളുടെ ഫിലിമി ലേഖ്. വരുൺ ഗ്രോവറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.